ചക്ക വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മളിന്ന് നമുക്ക് വരിക്കച്ചക്കയാണ് കിട്ടിയിരിക്കുന്നത്. വരിക്കച്ചക്ക നമ്മൾ മുഴുവൻ ചക്ക എടുക്കുന്നില്ല, പകുതി ചക്ക മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ശർക്കര നന്നായിട്ട് പാനിയാക്കണം. അപ്പോൾ നമ്മൾ 2 ഉണ്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ 2-2.5 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടൊന്ന് അലിയിച്ചെടുക്കും. അലിയിച്ചെടുത്തിട്ട് അത് നമ്മൾ അരിപ്പയിൽ വെച്ചിട്ട് അരിച്ച് മാറ്റും. അതിനകത്തിലെ മണ്ണും പൊടിയും കല്ലൊക്കെ. പിന്നെ നമ്മളിവിടെ ചക്കച്ചുള അരിഞ്ഞ് മിക്സിക്കകത്തിട്ട് അടിക്കുന്നതിന് പകരം നമ്മൾ ചെയ്തത് ഇഡ്ഡലി പാത്രത്തിലൊന്ന് വേവിക്കാൻ വെക്കും. ആവി കയറും. ആവി കയറിയതിന് ശേഷം അത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ആ ഒരു പരുവമാണ്. എന്നിട്ട് നമ്മൾ ഈ അരിച്ചെടുത്തിട്ട് ശർക്കര ഒരു അടി കെട്ടിയുള്ള പാത്രമാണ് ഉപയോഗിക്കുന്നത്. ഉരുളിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഉരുളിക്കകത്ത് അടിയിൽ കെട്ടിയിരിക്കുന്നത് നേരിട്ട് ഒരു 1-2 സ്പൂൺ തേച്ചതിന് ശേഷം അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനി അതിനുള്ളിൽ ഒഴിക്കണം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ചക്കച്ചുള നമ്മൾ അതിൻ്റെ പേസ്റ്റ് നമ്മൾ ഈ ശർക്കരപ്പാനിയിലിടണം. എന്നിട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നല്ല ഫ്ലെയിം തന്നെയാണ്, നമ്മൾ ഫുൾ സിമ്മിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ഇതിൻ്റെ കൺസിസ്റ്റൻസി മാറിക്കൊണ്ടിരിക്കും. ഇതൊരു അത്യാവശ്യം ഒരു 5 പ്രൊസീജിയറാണ്. നമ്മൾ ഈ തവിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ അടിപ്പറ്റി പുകയുണ്ടാവും. നമ്മൾ മിക്സ് ചെയ്തിപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിതിന് പരുവമായിട്ടില്ല. അപ്പം ഇപ്പം നമുക്ക് ഈ സമയത്ത് അതിങ്ങനെ ബബിൾസ് പോലെ ഇങ്ങനെ പൊങ്ങി വരും. കാരണം ആ വെള്ളം മുഴുവൻ നമുക്ക് വറ്റിച്ചെടുക്കണം. അതിനൊപ്പം തന്നെ നമ്മുടെ എന്താ പറയുക, ഉരുളിയിലത് അടിക്ക് പറ്റാതെ നോക്കുകയും വേണം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ബബിൾസ് വരുന്ന കാണാൻ പറ്റുന്നുണ്ട്. ഈ ബബിൾസ് എന്ന് വെച്ചാൽ അതിനുള്ളിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ പരുവം ആയിട്ടില്ല. അപ്പോൾ ആ പരുവം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചീത്തയായിപ്പോൾ. നമ്മളിത് ഒരുപാട് കല്ല് പോലെ കാക്കുന്നില്ല, പക്ഷേ എന്നാലും നമ്മൾ അത്യാവശ്യം നന്നായിട്ട് പറ്റിച്ചെടുക്കുക. നല്ല ഒരു കൺസിസ്റ്റൻസി നമ്മൾ ചെയ്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ടിപ്പം നമ്മൾ അത്രയും ചക്കച്ചുള ഇട്ടിട്ട് പോലും ഇത്രയും മാത്രം ക്വാണ്ടിറ്റി ഉള്ളൂ. ഇനി ഇതിൽ നിന്ന് ഇത് കുറയും. വെള്ളം വെച്ച് ശർക്കരയും ആ ചക്കപ്പഴവും നന്നായിട്ട് ബ്ലെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. കൈ ഒന്നും നല്ല അത്യാവശ്യം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഉരുളിയിൽ വെക്കുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാവും. ഇപ്പം ഞാൻ അതിൻ്റെ കളറ് മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറിങ്ങനെ ആയിക്കൊണ്ടിരിക്കണം. എന്നിട്ടും ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല. കുറച്ച് സമയം എടുക്കും. ഇത് കുറച്ചും കൂടി ഒരു സ്റ്റിക്ക് നേച്ചറാവുകയാണ്. അപ്പം നമ്മൾ നമ്മുടെ ഈ ചെക്ക് കടിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഒരു ഹൽവ ടൈപ്പ് ഒരു പരുവ്, അങ്ങനെയാണ് അതിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി കുറച്ചും കൂടെ കുറച്ച് സമയം കൂടെ മതി. അത് പതുക്കെ ആയി വരുന്നതേ ഉള്ളൂ. അതാണ് പറഞ്ഞത്, ഇത് കുറച്ചൊരു ലെങ്തി പ്രൊസീജിയറാണ്. നമുക്ക് അത്യാവശ്യം നല്ല പേഷ്യൻസ് ലെവൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ അമ്മയുടെയൊക്കെ സൂപ്പർവിഷനിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത്, എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കെ കൺസിസ്റ്റൻസി മാറിക്കൊണ്ടിരിക്കുന്നു. ആ സ്റ്റിക്നെസ് വന്നുകൊണ്ടേയിരിക്കുന്നു. കുറച്ചും കൂടെ സമയം വേണം. അപ്പം നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കഴിയാറായോ. പക്ഷേ കഴിയാറായിട്ടില്ല. കുറച്ചും കൂടെ വേണം. ഇപ്പോൾ ഏകദേശം എത്തിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫൈനൽ അതിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇനിയിപ്പം തീ കുറച്ച് വെച്ചിട്ട് അത് ഓഫ് ചെയ്തിട്ട് നമ്മൾ പുറത്ത് വാങ്ങി വെക്കണം. ഇനിയിപ്പോൾ കറക്റ്റ് പരുവമായി. ഈ സമയത്ത് നമ്മൾ ചുക്കുപൊടി ഇതിനകത്ത് ഇടണം. ഒരു 2 സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ, കാരണം ഇത്രയും ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട്. ഇത് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് എത്തിയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു, നല്ല ടേസ്റ്റുണ്ട്. ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം, എത്ര നാളത്തെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് പായസം ഉണ്ടാക്കാം, അപ്പം ഉണ്ടാക്കാം.